ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നും ഞാൻ ചെറിയൊരു വ്ളോഗായിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ ഞാനിതിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കാണിക്കുന്നുള്ളൂ, ചെറിയ ചെറിയ കുക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് ഇപ്പോൾ ഇറങ്ങിയത് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിന്ന് ചോറുണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് ഇതിൻ്റെ വീഡിയോ ഇട്ടിനി. അപ്പോൾ അത് കാണാത്തവരുണ്ട്, അത് കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം ഞാൻ അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഇതാ അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ അരി വേവിച്ചെടുക്കണമല്ലോ, ബസ്മതി അരി ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട്. ഈ ചിക്കന് ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് പൊരിച്ചെടുക്കുന്നതാണ്. പിന്നെ ചില്ലി ചിക്കന് ഞാൻ കഴുകിയിട്ടില്ല, അതൊന്ന് കഴുകിയിട്ടെടുക്കണം. പിന്നെ ഈ കറി ബീഫ് കറിയാണ് രാവിലെ വെച്ചത്. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നത്, അല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ ബെടുക്കായി പോകും. അപ്പോൾ ഇത് ഞാൻ ചില്ലി ചിക്കന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ റെസിപ്പിയിൽ ഇതിന് മുമ്പ് ഇട്ടിന് കേട്ടോ, ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഞാൻ 2 ദിവസം മുമ്പ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടിന്. അപ്പോൾ അതിൽ ഞാൻ KFC ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ. അപ്പോൾ അതിൻ്റെ ഞാൻ റെസിപ്പിയെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അത് 2-3 നാൾ ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരത് കണ്ടു നോക്കാം. എന്നിട്ട് അതിൽ ഞാൻ KFC ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. പിന്നെ ഞാനിന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് ഫ്രോസൻ്റെ മിക്സ്ഡ് വെജിറ്റബിൾ ഇല്ല, അപ്പോൾ അതിനെ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ വേറെ പച്ചക്കറിയൊന്നും ഞാൻ മുറിക്കാൻ നിന്നിട്ടില്ല. പിന്നെ ആകെ മുറിക്കാൻ നിന്നത് ഇതാ ഈ ഒരു സ്പ്രിംഗ് ഓണിയൻ മാത്രമാണ്. ഇത് ഞാൻ കുറച്ച് ചോറിലിട്ട് പിന്നെ ബാക്കി ഞാൻ ചില്ലി ചിക്കനിൽ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഞാനിത് ചില്ലി ചിക്കൻ്റെ മസാല ചെറിയൊരു മാറ്റം വരുത്തിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ ഒന്നുമല്ല ഞാൻ ഇതിൽ കാണിക്കുന്നത്, മസാലക്ക് മാത്രമേ മാറ്റുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചത് സെയിം തന്നെയാണ്. ഞാനിപ്പോൾ ഈ ഒരു ചില്ലി ചിക്കൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത്. നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെ മതി. എന്നിട്ട് അതിന് ശേഷം ഞാൻ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഇട്ട് കൊടുത്ത്, വൈറ്റ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിക്കൊടുക്കുക. അതിന് ശേഷം ക്യാപ്സിക്കവും പിന്നെ ഉള്ളിയും ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചത് അത് രണ്ടും കൂടി ഇട്ട് കൊടുത്ത്, എന്നിട്ട് അതിലേക്ക് ടൊമാറ്റോ സോസും പിന്നെ അതുപോലെ തന്നെ സോയാ സോസും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വീണ്ടും വാട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് ലാസ്റ്റ് സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഗ്രീൻ ഭാഗം അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫായി കൊടുക്കുക. അത്രേ പണിയുള്ളൂ. പിന്നെ ഞാൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും രാത്രിക്കും കൂടി നീട്ടി വെച്ചതാണ് കേട്ടോ. പിന്നെ രാത്രിക്ക് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ല 2-3 കടിയെല്ലാം ഉണ്ടാക്കി വെക്കുന്നുണ്ട് ചായക്ക് വേണ്ടിയിട്ട്. പിന്നെ കാര്യമായ കടികളൊന്നുമല്ല, എല്ലാം സിമ്പിൾ തന്നെയാണ്. ഇപ്പം ഞാൻ ചെയ്തെടുക്കുന്നത് ഇതാ മക്കൾക്ക് ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ തുടങ്ങും മദ്രസൻ്റെ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് അവക്കാഡോ ജ്യൂസും പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് പൊരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് രണ്ടാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടൊന്നുമില്ല, അപ്പോൾ ഓവണിൽ ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഐസ് പോകാൻ വേണ്ടിയിട്ട് ചൂടാക്കി എടുക്കുന്നതാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പ്ലം കേക്ക് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവണിലാണ്. പിന്നെ ഈ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ പറയുന്നില്ല കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഇതിൻ്റെ വീഡിയോ കൂടി ഇട്ടിന്, അപ്പോൾ അതും നിങ്ങൾ കണ്ടു നോക്കാം. പിന്നെ ഓവണിൽ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു പ്ലം കേക്ക്. പിന്നെ സാധാരണ കേക്കല്ല ഞാൻ ഉണ്ടാക്കിന്, അതൊന്നും ഇതുവരെ അങ്ങനെ കുഴപ്പം വന്നിട്ടൊന്നുമില്ല. പിന്നെ ഇത് ചെറിയൊരു ചെറുങ്ങനെ ഒന്ന് ഇതായിപ്പോയി, ഒരു വിള്ളൽ പോലെ ഇതിൻ്റെ മേലത്തെ ഭാഗം അത്രയേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കുന്നത് കോലപ്പാണ്. കോലപ്പത്തിന് വേണ്ടിയിട്ട് മാവ് കുഴച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുത്തത്. അതിലേക്ക് 1 മുട്ടയും പിന്നെ 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും പിന്നെ 1.5 ടേബിൾ സ്പൂണ് വെള്ളമാണ് ഞാൻ ഇട്ട് കൊടുത്തത്.
എന്നിട്ട് ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുന്നില്ല അതുപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പം ഞാൻ കോലപ്പത്തിൻ്റെ മാവിയുടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, നല്ലോണം നമ്മൾ കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ പരത്തിയിട്ട് ചുട്ടെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പം ഞാനിപ്പോൾ കഴിക്കുന്നില്ല, എന്തായാലും ഇപ്പം വിശപ്പൊന്നുമില്ല. അതുകൊണ്ട് മക്കൾക്ക് പിന്നെ അതുമല്ല രാവിലെ എണീക്കണ്ടല്ലേ, ഓൺലൈൻ ക്ലാസ്സെല്ലാം ഉള്ളതല്ലേ. അതുകൊണ്ട് ഓലിക്ക് ഞാൻ വേഗം തന്നെ ചോറ് കൊടുത്ത്. പിന്നെ അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരി എടുത്തിട്ട് കഴുകിയിട്ട് വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 കപ്പ് അരിക്കാന്ന് അരിയുണ്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ലോണം കഴുകിയിട്ട് ഞാനിതാ ഒരു തുണിയിൽ ആറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മാറുഫ്ക ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ചിക്കൻ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കറിയെല്ലാം ഉണ്ടാക്കും, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് കുരുമുളകിനെ കൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇടയ്ക്കെല്ലാം എന്തെങ്കിലുമെല്ലാം ആക്കും, ഇങ്ങനെ പൂതി വരുമ്പം ബിരിയാണി പിന്നെ കറി എല്ലാം ഇതുവരെ ഒന്നും അങ്ങനെ കൊളായിട്ടൊന്നുമില്ല, എല്ലാം നല്ല ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കലുണ്ട്. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, കേക്ക് ഉണ്ടാക്കിയാൽ എനിക്ക് ചെറുങ്ങനെ ഒരു മേലയിൽ വിള്ളൽ പോലെ വന്നിരുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഓവണിൽ ഉണ്ടാക്കിയിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഓവണിൽ ഉണ്ടാക്കിയാൽ നന്നാകാലും ചെയ്യും, പക്ഷേങ്കിൽ എനിക്ക് ഞാൻ സെലക്ട് മേലയിലും പിന്നെ അടിയിലും വരുന്ന ആ ചൂടിലാണ് വെച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അടിയിൽ മാത്രം ചൂട് വരുന്ന വിധത്തിൽ വെച്ചാണെങ്കിൽ കുറച്ചും കൂടി നന്നാവുന്നതാണ്. ഇനി മുതൽ അങ്ങനെ വെച്ച് നോക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കോലപ്പത്തിൻ്റെ മാവ് നല്ല നേർങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. എത്രത്തോളം നേർങ്ങനാക്കുന്ന അത്രയും നേർങ്ങനാക്കിയിട്ട് പരത്താം. എന്നിട്ട് ഇതുപോലെ 2 കോണ്ട ഭാഗം മടക്കി കൊടുക്കാം. പിന്നെ ചില ആൾക്കാർ ഈ ഒരു രീതിയിലും മടക്കലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ മടക്കി കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത്, ഞാൻ ഈ ഒരു 2 കോണ്ട ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ക്യാമറക്ക് എന്തോ ഒരു ക്ലിയർ കുറവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണേ. അപ്പോൾ ഞാനിത് കോലപ്പയുടെ പരത്തിയെടുത്തിട്ടുണ്ട്, കോലപ്പത്തിൻ്റെ മാവ്. ഇനി ഇതൊന്ന് ചുടണം. പിന്നെ ഞാൻ എണ്ണ നേരത്തെ ചൂടാക്കാൻ വെച്ചിന്, പരത്താൻ തുടങ്ങുമ്പോൾ തന്നെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിന്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്ക്, നല്ലോണം ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. അത്രയും നല്ല ടേസ്റ്റുമാണ്, പിന്നെ അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കോലപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. അപ്പം ഞാനിതെല്ലാം കോലപ്പയുടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഇതിൻ്റെ ക്രിസ്പി ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. അപ്പോൾ കേട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു അളവ് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കോലപ്പാന്ന്. ഇനി ഞാനിത് ചൂടാറിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ചെമ്പിലാണ് ഇട്ട് വെച്ചത്, കുടുക്കച്ചെമ്പിൽ. പിന്നെ ഏതെങ്കിലും ഒരു ടിന്നില അങ്ങനെ എന്തിനെങ്കിലും ഇട്ട് വെച്ചാൽ മതി, ഒന്നും ആവില്ല കുറേ നാളത്തേക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് കറി ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല, അപ്പോൾ അതും ഇവിടെ ആയിട്ടുണ്ട്. ഇനി രാവിലെ എന്തെങ്കിലും മുട്ട സിർക്കി അങ്ങനെ എന്തെങ്കിലും ആക്കിയാൽ മതി, പിന്നെ കറിൻ്റെ കാര്യം ചിന്തിക്കണ്ടല്ലോ രാവിലെ. ഇനി ഇതാ അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരി വറുക്കുന്നുണ്ട്. അരിയുണ്ട ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല, രാവിലെയാണ് ഉണ്ടാക്കുന്നത്. അരി ഇപ്പം ഞാൻ വറുത്ത് വെക്കുന്നതാണ്. പിന്നെ ഞാൻ അരിയുണ്ട എങ്ങനെ ഉണ്ടാക്കലെന്ന് വെച്ചാൽ ആദ്യം തന്നെ വെല്ലം മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കും. പിന്നെ വെല്ലം മുഴുവനായിട്ട് അങ്ങ് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാറേ, അന്നേരം പിന്നെ മിക്സിൻ്റെ കത്തിയിലങ്ങ് പൊട്ടിപ്പോവും. അതുകൊണ്ട് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പൊട്ടിച്ച് കൊടുത്തതിന് ശേഷം മാത്രം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഈ പൊടിച്ച വെല്ലം തേങ്ങ ആദ്യം നല്ലോണം കൈവച്ചിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അരിപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഉരുട്ടിയെടുക്കാം. പിന്നെ കുറച്ച് ഏലക്കായൻ്റെ പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയില്ലേ, അതും കൂടി ഇട്ടുകൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അരിയുണ്ട. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.